ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുകയാണ് മസ്താനി. കയ്യോടെ തന്നെ ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട്. മസ്താനീനെ എഴുന്നേപ്പിച്ച് നിർത്തി ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. മസ്താനി വളരെ കൃത്യമായിട്ട് പറയുന്നു, ലാലേട്ടൻ ഞാൻ ഈ ടെലികാസ്റ്റ് ചെയ്യുന്നതും ലൈവുമായിട്ട് ബന്ധപ്പെട്ട ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് ലാലേട്ടൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞതാണല്ലോ. ലാലേട്ടൻ പറയുന്നു, ആണല്ലോ, ഇനി മാറ്റം ഉണ്ടാവില്ലല്ലോ, ഓക്കെ ശരി അവിടെ ഇരുന്നോ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് തൊട്ട് ഉടനെ തന്നെ ആര്യനെ വിളിക്കുന്നു. മസ്താനി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പുറത്തെ കാര്യം വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആര്യം പറയുന്നു, ആര്യനൊന്നും പരിങ്ങുന്നുണ്ട്, ആര്യനെ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ എടുത്ത് ചോദിക്കുന്നു, ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം, ആരുടെങ്കിലും ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം വല്ലതും ചോദിച്ചായിരുന്നോ? അപ്പം ആര്യൻ ഓർമ്മ കിട്ടി, ഓർമ്മ കിട്ടി ലാലേട്ട, അനുമോളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം മസ്താനി വന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മസ്താനി പറഞ്ഞ ഒരു കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു. വീഡിയോ ക്ലിപ്പിൻ്റെ പോലും ആവശ്യം വന്നില്ല. അവിടെ ഇരുന്ന ഒരാളുടെ അടുത്ത് തന്നെ ലാലേട്ടൻ വിളിച്ച് മസ്താനിയുടെ കള്ളം പൊളിച്ചു. പിന്നെ വീണ്ടും മസ്താനിനെ എണീപ്പിച്ച് നിർത്തുന്നു. ആ സമയത്ത് മസ്താനി അവിടെ കിടന്ന് ഒന്നും പറയാനില്ല, അതിന് പകരം മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റം വെക്കുക. അക്ബർ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട്, പച്ചക്കള്ളമാണ് ലാലേട്ട എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ പയ്യെ ജിഷിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്നാൽ പറഞ്ഞെന്ന് പറയുന്നു. അബദ്ധം പറ്റിപ്പോയെങ്കിൽ അത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് കിടന്ന് ഉരുളാൻ നിന്ന് കഴിഞ്ഞാൽ അതിലും വലിയ പണി മേടിച്ച് കൂട്ടത്തേ ഉള്ളൂ. എന്തായാലും മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ മസ്താനി വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ ലാലേട്ടൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ തീയാണ്, വേറെ ലെവലാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.